ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീസോൾഡറിങ് ആണ്. എല്ലാവർക്കും സോൾഡറിങ് ചെയ്യാൻ അറിയാം, പക്ഷേ അത് ഡീസോൾഡറിങ് ചെയ്ത് വൃത്തിയായിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഡീസോൾഡർ ചെയ്യാൻ നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ഡീസോൾഡറിങ് പമ്പാണ്. ഡീസോൾഡറിങ് വിക്ക് വരുന്നുണ്ട്, നമ്മൾ പമ്പിലാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പമ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ നല്ല ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലെഡ് നല്ലോണം ഉരുകി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സോൾഡറിങ് അയൺ വെച്ച ശേഷം നമ്മൾ പമ്പ് കറക്റ്റായിട്ട് സോൾഡറിങ് അയണിൽ നിന്നാണ് നമുക്ക് ലെഡ് വലിച്ചെടുക്കേണ്ടത്. പമ്പ് കറക്റ്റ് സോൾഡറിങ് അയണിൻ്റെ ബിറ്റിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതേപോലെ ലെഡ് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റുകയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബോർഡ് PCB നമ്മൾ ചെരിച്ചിട്ടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ആ ലെഡ് ഉരുകി ഒഴുകുന്ന ആ ഭാഗത്തുനിന്ന് വലിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഡീസോൾഡറിങ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. കൂടാതെ നമുക്ക് ചെറുതായിട്ട് അവിടെ ടച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ കാല് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ കൊണ്ട് തന്നെ അത് ചെറുതായിട്ട് തള്ളിയ ശേഷം നമുക്ക് ഇതേപോലെ IC ഒക്കെ ആണെങ്കിൽ ഊരിയെടുക്കാൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഊരിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ PCB കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിക്കുമ്പോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു നമ്മളിട്ടുള്ള ആ ഒരു റബ്ബറിൻ്റെ സംഭവമുണ്ട്. അതായത് നമ്മൾ LOT ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സംഭവമാണ്. LOT ക്കൊക്കെ ഫ്ലൈ ബാക്ക് കപ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഇലക്ട്രോണിക് സ്പെയർ കടകളിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉരുകുകയില്ല, നമ്മുടെ PCBക്ക് ഡാമേജ് ആവാതെ ആ ഷോക്ക് ആബ്സറായ സ്പ്രിങ്ങിൻ്റെ ഷോക്ക് ആബ്സൊന്നും അതിലേക്ക് ഏക്കുകയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉപയോഗിച്ച് നിങ്ങൾ ഇതേപോലെ ഡീസോൾഡർ ചെയ്യുക. ഡീസോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഓവർ ടൈം നമ്മൾ അയൺ PCBയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ക്വാളിറ്റി കുറഞ്ഞ PCB ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ കോപ്പറിൻ്റെ ഷീറ്റ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കണം നമ്മൾ സോൾഡറിങ് ഡീസോൾഡറിങ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിവിടെ കമ്പോണൻസ് ഏതാ പോയതെന്ന് വെച്ചാൽ അത് മാറ്റിയ ശേഷം നമുക്കവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 4440ൻ്റെ IC ആണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് അത് സോൾഡർ ചെയ്യാൻ വേണ്ടി കറക്റ്റ് വെച്ച ശേഷം വെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു കാല് നമുക്ക് സോൾഡർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത ശേഷം ലെഡിലുള്ള ഫ്ലെക്സ് ഉപയോഗിച്ച് മാത്രം നമുക്ക് അതിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ലെഡ് നമ്മളൊരു സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അയൺ കറക്റ്റ് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് സോൾഡറിങ് അതിലുള്ള ഫ്ലെക്സ് കൊണ്ട് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് സോൾഡറിങ്ങും ഡീസോൾഡറിങ്ങും ഒക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് കറക്റ്റ് ഷോർട്ട് ആവാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ടിന്നറോ അതിൽ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് PCB ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഇവിടെ നമ്മൾ സോൾഡറിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിയെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും സോൾഡറിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹീറ്റ് എത്രമാത്രം വരുന്നുണ്ടോ അതിനനുസരിച്ച് അവിടെ ലെഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓവർ ലെഡിന് പകരം നമുക്ക് ഓവർ ഹീറ്റൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പോൾ ലെഡ് കുറച്ചും കൂടി കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുക. എന്നാൽ മാത്രമേ ഡ്രൈ സോൾഡറിങ് ഒന്നും വരാതിരിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം.